നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറി വെക്കണമെന്ന് നോക്കാം. ഏട്ടാന്ന് പറയുന്ന ഫിഷാണ് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് തേങ്ങയും മുളക് പൊടിയും മഞ്ഞളും മല്ലിപ്പൊടിയൊക്കെ കൂടി ഉപ്പും കൂടി അരച്ചത് ചേർത്ത് അതിലേക്ക് പച്ചമുളക് കുടംപുളിയൊക്കെ ഇട്ട് വേപ്പില ഒക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. ഏട്ടാന്ന് പറയുന്നത് തൃശ്ശൂർ പറയുന്ന ഒരു പേരാണ്, എനിക്ക് എറണാകുളത്തെ പേരറിയില്ല. അത് കുറച്ച് വലിയ ഫിഷാണെങ്കിൽ അതിൽ നെയ്യൊക്കെ ഉണ്ടാവും, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് അതിൽ മീൻ കഷ്ണങ്ങൾ നല്ല പറക്കി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുടംപുളി ഇട്ടിട്ട് വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. ഇത് പാല് പിഴിഞ്ഞ് തൃശ്ശൂർ സ്റ്റൈലിലും വെക്കാം. ഇപ്പം ഞാൻ വെക്കണത് തേങ്ങ അരച്ചിട്ടാണ് വെക്കണത്. അത് നല്ല ടേസ്റ്റുള്ള ഫിഷായ കാരണം കൊണ്ട് അരച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് പച്ച അരച്ചിട്ടാണ് വെക്കണത്, അത് തേങ്ങ വറുത്തതല്ല. എന്നിട്ട് അതിൽ ഫിഷ് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് ചുവന്നുള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ അരിഞ്ഞ് നന്നായി കാച്ചി അതിൽ വേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി, നല്ല കളർ കിട്ടും മുളക് പൊടി ഇപ്പോൾ കാച്ചി ഒഴിക്കുന്ന സമയത്ത് ചേർത്തുണ്ടെങ്കിൽ. അതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷ് കറി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള ഫിഷ് കറിയാണ്. അത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ അത് കഴിക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയോ അല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഫിഷ് കറി നല്ല മാംസമുള്ള ഫിഷാണത്. അതുപോലെ തന്നെ നല്ല നെയ്യുള്ള സമയത്തുള്ള കുറച്ച് വലിയ മീനാണെങ്കിൽ നല്ല നെയ്യും ഉണ്ടാവും. അത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാം. ചോറിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വറുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കോളിഫ്ലവർ ഉപ്പേരി വെച്ചിട്ടുണ്ട്, കടുമാങ്ങ അച്ചാറിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടുമ്പോൾ നല്ലൊരു കോമ്പിനേഷനിൽ നല്ലൊരു ഫുഡ് കഴിക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക, വളരെ ഈസിയാണ്. തേങ്ങയുടെ കൂടെ മുളകും മല്ലിയും മഞ്ഞളും ഉപ്പും കൂടെ അരച്ചിട്ട് ബാക്കി എല്ലാതും ചേർത്താൽ മതി. നല്ല ടേസ്റ്റ്.